നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1199 കർക്കിടക സംക്രമം വിശാഖം നക്ഷത്രത്തിലാണ്. കർക്കിടകം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും, മിഥുനത്തിൽ ആദിത്യനും, കർക്കിടകം രാശിയിൽ ബുധനും ശുക്രനും, കന്നിയിൽ കേതുവും, തുലാം രാശിയിൽ ചന്ദ്രനും ഗുളികനും, കുംഭത്തിൽ ശനിയും, മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർ കർമ്മ മേഖലയിൽ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. തൊഴിലാളികൾക്കും മറ്റു നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. അതുപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കർക്കിടകം. കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. ധാർമ്മിക പ്രവർത്തനങ്ങൾക്കായി ഇവർ പണം നിർലോഭം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതാണ്. അതുപോലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. കടബാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ വരുമാന വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ പൊതുകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാൽ അഭിമാനക്ഷതം സംഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസം കൂടിയാണ് കർക്കിടകം. പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും ശരിയായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ്. ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. 4, 18, 29 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.